ഹായ് ഗൈസ്, തികച്ചും അനിമയിലേക്ക് സ്വാഗതം. ഞാൻ തികച്ചും ബ്ലൂഡോ, തികച്ചും അനിമയുടെ പുതിയ നരേറ്റർ, തികച്ചും റുക്നോടൊപ്പം ഇനി മുതൽ എന്നെയും നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു കിടിലൻ അപ്ഡേറ്റിനെ കുറിച്ചാണ്. മൈ ഹീറോ അക്കാഡമിയ ഫാൻസിന് ഒരു അടിപൊളി സർപ്രൈസ്. മൈ ഹീറോ അക്കാഡമിയുടെ സ്പിൻ ഓഫ് വരികയാണ്. നമ്മൾ ഒരുപാട് കാത്തിരുന്ന വിജിലാൻറ്റീസ് അവസാനം അനിമെ രൂപത്തിൽ ഏപ്രിൽ മാസത്തിൽ നമ്മുടെ കൺമുന്നിലേക്ക് എത്തുകയാണ്. വിജിലാൻറ്റീസ് അനിമെ നമ്മുടെ മൈ ഹീറോയിനേക്കാളും ഡാർക്കും ആക്ഷൻ പാക്കുമാണ്. വിജിലാൻറ്റീസ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഹീറോ സമൂഹത്തിന്റെ അടിത്തട്ടിലേക്കാണ്. മൈ ഹീറോ അക്കാഡമിയ ടോപ്പ് ഡിയർ ഹീറോസിന്റെ കഥ പറയുന്നു. വിജിലാൻറ്റീസ് ഹീറോകളിൽ തന്നെ ഏറ്റവും താഴെ കിടക്കുന്ന സാധാരണക്കാരായ ആളുകളുടെ കഥയാണ് പറയുന്നത്. ഇവിടെ നീതി എപ്പോഴും ഉറപ്പുവരുത്താൻ കഴിഞ്ഞെന്ന് വരില്ല. പലപ്പോഴും ഇവർ നിയമത്തിന് പുറത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ട്വിസ്റ്റുകളും അപ്രതീക്ഷിത സംഭവങ്ങളും ഈ ആനിമയിൽ ഉണ്ടാകും. വിജിലാൻഡിലെ മെയിൻ ടീം കൊയിച്ചി, പോപ്പ്, നക്കിൾ ഡസ്റ്റർ എന്നിവരാണ്. കൊയിച്ചി ഹൈമവാരിയാണ് ഈ കഥയിലെ പ്രധാന ഹീറോ. കൊയിച്ചി ഒരു ഈസി ഗോയിങ് മൈൽഡ് മാനേർഡ് ആളാണ്. അവൻ കുറച്ച് ഓക്വേർഡ് ആണ്. സോഷ്യൽ ക്ലൂസ് അത്ര അവയർനെസ് ഇല്ല. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അവനെ ചിലപ്പോൾ ക്രീപ്പി ആയി തോന്നും. ആരെയും ഇൻസൾട്ട് ചെയ്യാൻ ഉദ്ദേശമില്ലെങ്കിലും സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അതുപോലെ തോന്നിയേക്കാം. ആളുകളെ സഹായിക്കാൻ അവന് ഒരുപാട് ഇഷ്ടമാണ്. പ്രോ ഹീറോ അല്ലെങ്കിലും ഒരുപാട് ഗുഡ് ഡീഡ്സ് ചെയ്യാറുണ്ട്. വഴി കാണിച്ചു കൊടുക്കാനും ട്രെയിനിൽ കയറാൻ സഹായിക്കാനും റീസൈക്ലിംഗ് ചെയ്യാനും അവൻ കോർക്ക് ഉപയോഗിക്കും. കോർക്ക് പരസ്യമായി ഉപയോഗിക്കാൻ അവന് മടിയില്ല. മറ്റുള്ളവരെ സഹായിക്കാൻ പ്രോ ഹീറോ ആകേണ്ട ആവശ്യമില്ല ില്ലെന്ന് അവൻ വിശ്വസിക്കുന്നു. പ്രശസ്തിക്കോ പണത്തിനോ വേണ്ടിയല്ല, സമൂഹത്തെയും മറ്റുള്ളവരെയും സഹായിക്കാനുള്ള ജെന്യുയിൻ ആഗ്രഹമാണ് അവനെ വിജിലാൻഡെ ആകാൻ പ്രേരിപ്പിക്കുന്നത്. ഇസുക്കു മിദോറിയയെ പോലെ ഓൾ മൈറ്റിനെ ഒരുപാട് ആരാധിക്കുന്നു. ഓൾ മൈറ്റിന്റെ സെൽഫ്ലെസ് സ്വഭാവം അവനെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ളവരെ സഹായിക്കാൻ സ്വന്തം ജീവൻ പോലും റിസ്ക് ചെയ്യാൻ തയ്യാറാകുന്നത്. അവന്റെ കൊർക്കാണ് സ്ലൈഡ് ആൻഡ് ഗ്ലൈഡ്. ഇതുപയോഗിച്ച് ഏത് പ്രതലത്തിലൂടെയും സ്ലൈഡ് ചെയ്യാൻ കഴിയും. ഇനി പോപ്പിനെ കുറിച്ച് പറയാം. കാസുഹോ ഹനിയാമ എന്നാണ് ശരിക്കുള്ള പേര്. അവൾ ഒരു ഫ്രീലാൻസ് ഐഡോളാണ്. പോപ്പ് സ്റ്റെപ്പ് എന്നാണ് സ്റ്റേജ് നെയിം. വിജിലാൻറ്റെ ആവുകയും പോപ്പ് സ്റ്റെപ്പ് ആവുകയും ചെയ്യുമ്പോൾ ബാറ്റ് വിങ്സോട് കൂടിയ കറുത്ത വസ്ത്രം ധരിക്കും, ഒരു മാസ്ക് ധരിക്കും, പിഗിട്ടയിൽ ഹെയർ സ്റ്റൈലും ഉണ്ടാകും. ഈ രൂപത്തിൽ അവൾ കൂടുതൽ കോൺഫിഡന്റ് ആകും. പാട്ട് പാടാനും സ്റ്റേജ് പെർഫോമൻസ് ചെയ്യാനും ഇഷ്ടമാണ്, പക്ഷേ അത്ര കഴിവില്ല. എന്നാലും എന്തൂസിയാസം വേറെ ലെവലാണ്. ഇനി അവളുടെ ലീപ് കോർക്കിനെ കുറിച്ച് പറയാം. ഈ കോർക്ക് ഉപയോഗിച്ച് അവൾക്ക് ഉയരത്തിൽ ചാടാൻ കഴിയും. സോളിഡ് സർഫേസ് ഉണ്ടെങ്കിൽ മാത്രമേ ചാടാൻ കഴിയൂ. ചാടുന്ന ഉയരം സർഫേസിന്റെ സോളിഡിറ്റി അനുസരിച്ച് മാറും. ചാട്ടം കഴിയുമ്പോൾ സുരക്ഷിതമായി താഴെ ഇറങ്ങാനും ഈ കോർക്ക് സഹായിക്കും. സാധാരണ വീഴ്ചയാണെങ്കിൽ ഈ കോർക്ക് പ്രയോജനകരമാകില്ല. നക്കിൾ ഡസ്റ്ററിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഇവാവ് ഒഗുറോ എന്നാണ് ശരിക്കുള്ള പേര്. ഒരു ടവറിംഗ് ഹെവിലി മസിൽഡ് ആളാണ്. ചെറിയ കറുത്ത മുടി, കട്ടിയുള്ള പുരികം, കറുത്ത കണ്ണുകൾ, കവിളിൽ ഒരു സ്കാർ. ഇതൊക്കെയാണ് അവന്റെ പ്രത്യേകതകൾ. കറുത്ത ഷർട്ട്, ജീൻസ്, ബൂട്ട്സ്, ഒരു നീളൻ കോട്ടും ധരിക്കും. കൈകളിൽ ബ്രാസ് നക്കിൾസ് ഉണ്ടാകും. അതുകൊണ്ടാണ് നക്കിൾ ഡസ്റ്റർ എന്ന് പേര് വന്നത്. നീതിബോധം ഉള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഹീറോ ലൈസൻസ് ഇല്ലെങ്കിലും വിജിലാൻറ്റെ ആകുന്നത്. കൈകൊണ്ട് പോരാടാൻ മിടുക്കനാണ്. ബ്രാസ് നക്കിൾസ് ആണ് ആയുധം. ഈ ആനിമയിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. ഗംഭീര ആക്ഷൻ രംഗങ്ങൾ തന്നെയാണ് പ്രധാന ആകർഷണം. അതുപോലെ കഥയിൽ ഒരുപാട് സസ്പെൻസ് ഉണ്ടാകും. ആഴത്തിലുള്ള കഥാപാത്ര ബന്ധങ്ങളാണ് ഈ കഥയുടെ മറ്റൊരു പ്രത്യേകത. ഓരോ കഥാപാത്രത്തിനും അവരവരുടേതായ വ്യക്തിത്വവും കഥകളും ഉണ്ടാകും. കൂടാതെ വിജിലാൻറ്റീസ് എന്ന ആശയം ശരിയാണോ തെറ്റാണോ എന്ന ഒരു ചോദ്യം ഈ ആനിമെ നമ്മളോട് ചോദിക്കുന്നു. നിയമം കയ്യിലെടുക്കുന്നതിനെ കുറിച്ചും അതിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ചും ഇത് നമ്മളെ ചിന്തിപ്പിക്കും. അപ്പോൾ എല്ലാവരും റെഡിയായിക്കോ. മൈ ഹീറോ അക്കാഡമിയ വിജിലാൻറ്റീസ് ഏപ്രിൽ മാസത്തിൽ തകർക്കാൻ വരുന്നു. നിങ്ങളുടെ ആവേശം കമന്റിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി.